നമസ്കാരം. മനസ്സിലൊരു മഴവില്ലിൽ ഇന്നത്തെ നമ്മുടെ അതിഥികൾ നമുക്ക് ടെലിവിഷനിലൂടെ വളരെ സുപരിചിതയായ ഒരു വ്യക്തിയാണ്. യെസ്, ലീന മഹേഷ്. ഹലോ. ഹായ്. ന്യൂലി വെഡഡ് ആണോ ഇപ്പോഴും? അതെ, ഇപ്പോഴും. ഹണിമൂണൊക്കെ കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു. എവിടെയൊക്കെ പോയി? മലേഷ്യ. ആണോ? പിശുക്കനാണോ? അല്ല, ഞാനവിടെ പിശുക്കി. ആണോ? ഭയങ്കര പിശുക്കാണോ? ആരെങ്കിലും ഒരാൾ പിശുക്കണം അല്ലേ? മഹേഷ് ലാവിഷാണോ? കുറച്ച്. എവിടെ നാട്? നാട് ട്രിവാൻഡ്രം. അമ്മയുടെ നാട് ട്രിവാൻഡ്രം തന്നെയാണ്. അച്ഛൻ മാഹി. മാഹി. ആ, അത് ശരി. മാഹി ഇങ്ങനെ തിരുവനന്തപുരവുമായിട്ട് കണക്റ്റായി? മാഹി തിരുവനന്തപുരമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തു. അങ്ങനെ കണക്ട് ആയി. അത് എവിടെ വർക്ക് ചെയ്തു? അവര് ITDC അശോക ഹോട്ടൽ കോവളത്തായിരുന്നു. അച്ഛൻ ഷെഫായിരുന്നു, അമ്മ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ കണ്ടുമുട്ടി. എത്ര പേര് വീട്ടില്? ഞാൻ, അമ്മ, അച്ഛൻ, അമ്മ, ലീലയും. ഒരു മോനേ ഉള്ളൂ? ഒരു മോനെ. ഓക്കെ. എന്ത് ചെയ്യുന്നു മഹേഷ്? ഞാൻ ഇത്രയും നാൾ ബാംഗ്ലൂർ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിരുന്നു. ഇപ്പോൾ വിവാഹശേഷം എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് സെറ്റിലായി. മഹേഷിന്റെ അമ്മയും അച്ഛനും എല്ലാവരും? എല്ലാവരും. ഓ, വെരി ഗുഡ്. ഞാനിവിടെ ടെക്നോ പാർക്കിൽ ജോയിൻ ചെയ്തു. ലീന, എങ്ങനെയുണ്ട് സിനിമയുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു ഫാമിലിയിൽ? ഒരു ബന്ധമില്ലാത്ത ഫാമിലി ഉണ്ടോ? ഇല്ലല്ലോ, എൻ്റെ അറിവിലില്ല. ഇല്ല, ഉണ്ടോ ഇനി ചെകിഞ്ഞ് നോക്കേണ്ടി വരും. ചെറിയ ബന്ധമുണ്ട്. അച്ഛൻ്റെ കസിൻ ബ്രദറാണ് കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് കിട്ടിയ മിസ്റ്റർ സുവീരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ്റെ കസിൻ ബ്രദറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഒരു ചെറിയ ബന്ധം മാത്രമേ ഉള്ളൂ. അത് ഞാൻ കല്യാണ ശേഷം അറിഞ്ഞത്. ഇത് പ്രപ്പോസൽ വന്നതാണ്? ആ, പ്രപ്പോസൽ വന്നതാണ്. എൻ്റെ ഡാൻസ് ടീച്ചറാണ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തിയത്. സിനിമയുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു ഫാമിലി സിനിമയിൽ നിന്നൊരാളെ എടുക്കുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കില്ലേ? ഞങ്ങൾക്ക് സിനിമയായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാന്നേ ഉള്ളൂ. സിനിമ കാണുകയും ആസ്വദിക്കുകയും സിനിമയിലുള്ളവരെയൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഫാമിലി തന്നെയാണ്. പിന്നെ അങ്ങനെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പ്രത്യേകിച്ചും ഗിരിജ ടീച്ചർ എന്ന് പറയുന്നത് ലീനയുടെ ഡാൻസ് ടീച്ചർ എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ്. പിന്നെ ടീച്ചർ കൊണ്ടുവന്ന ഒരു പ്രപ്പോസൽ, പിന്നെ ലീനയെ TV-യിൽ കണ്ട് പരിചയമുണ്ട്. ഈ കല്യാണം ഫിക്സ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നോ എനിക്കിനി അഭിനയിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നോ? ആ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ബാക്കി നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം പോലെ. അഭിനയിക്കണ്ടെന്ന് പറഞ്ഞാൽ അഭിനയം നിർത്തുമോ? കുറച്ച് സംസാരിച്ച് സമ്മതിപ്പിക്കാൻ നോക്കും, പിന്നെ സമ്മതിച്ചില്ലെങ്കിൽ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അഭിനയം ഇഷ്ടപ്പെട്ട് വന്ന തൊഴിലല്ലേ? അതെ, ഇഷ്ടപ്പെട്ടു വന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അല്ല, എനിക്ക് അങ്ങനെ അമിതമായ ഇഷ്ടമൊന്നുമില്ല. പാഷനല്ല? അല്ല, പാഷനല്ല, പാഷൻ കാശിനോടാണ്. കാശ് അതുകൊണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇഷ്ടമുണ്ട് പ്ലസ് മണി, പിന്നെ എന്താണ് ബാക്കി പബ്ലിസിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പോപ്പുലാരിറ്റി അല്ലേ? പോപ്പുലാരിറ്റി ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ആൾക്കാർ വന്ന് പരിചയമുണ്ട്, അയ്യോ ഇങ്ങനെ അറിയാം എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം. പക്ഷേ പാഷൻ എന്ന് പറയുന്നത് ഡാൻസാണ്. സിനിമ നമ്മളെത്ര നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നു, ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുമ്പോഴും നമ്മുടെ ലൈഫിലേക്കൊരു സിനിമ വ്യക്തി വരുമ്പോൾ പിന്നെ ഈ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ പബ്ലിക്കിൻ്റെ കുറേ കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. ഇപ്പം കല്യാണം കഴിഞ്ഞൊരു 7 മാസമായി, ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. 7 മാസമല്ലേ ആയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അത്ര ഭയങ്കര പബ്ലിസിറ്റി എന്ന് പറയാനില്ല. ഫാൻസ് അങ്ങനെയൊന്നുമില്ല. ഇപ്പം സിനിമാ താരങ്ങൾക്കും അവർക്കുള്ളൊരു എന്താണ് ഫാൻസിൻ്റെ അവരോടുള്ള ഒരു സ്നേഹവും അത് പ്രകടിപ്പിക്കുന്നതും വേറൊരു രീതിയിലായിരിക്കും. ഇപ്പോൾ എന്താ പറയുക, കാവ്യ മാധവൻ അങ്ങനെയൊക്കെ കാണുമ്പോൾ അയ്യോ കാവ്യ, നമ്മളെ കാണുമ്പോൾ അയ്യോ ലീനല്ലേ, അത്രേ ഉള്ളൂ. അതിൻ്റെ എന്താ ഒരു ആഘാതം. എനിക്ക് തോന്നുന്നു ടെലിവിഷനിൽ വരുന്നവരോട് വീട്ടിലൊരാളായിട്ട് തന്നെ ആൾക്കാർ ബിഹേവ് ചെയ്യുള്ളൂ അല്ലേ? ഒരു സിനിമാ താരത്തിനോടുള്ള ഒരു ഭ്രമം ഒരിക്കലും ടെലിവിഷൻ താരങ്ങളോട് കാണിക്കാറില്ല. നമ്മുടെ വീട്ടിൽ ആരോ ഒരാൾ, ഡെയിലി വന്നു പോകുന്ന ഒരാൾ എന്നുള്ളൊരു അല്ലേ? അത്രേ ഉള്ളൂ. ഒരു ബന്ധുവിനെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും കണ്ടിച്ചിരിക്കണേ, അതുപോലെയാണ് നമ്മളെ കാണുമ്പോൾ അവർ വന്ന് സംസാരിക്കുന്നത്. ലീനയുടെ പ്രോപ്പർ സ്ഥലം തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്തിലേക്കാണ് മുരുക്കുമ്പുഴ. അച്ഛനും അമ്മയും ഒക്കെ അവിടുത്തെ തരാണ്. ഓ, വീട്ടിലാരൊക്കെയുണ്ട്?
അച്ഛൻ, അമ്മ, ഒരു ചേട്ടനുണ്ട്. പാട്ട് പാടുമോ? കുഴപ്പമില്ലാണ്ട് പാടും. ആണോ? ആ. ഒരു പാട്ട് പാടിക്കാൻ കേൾക്കട്ടെ. അയ്യോ, പ്രതീക്ഷിച്ചില്ല അല്ലേ? അല്ല, പാട്ട് പാടുമെന്ന് ചോദിച്ചപ്പോൾ പ്രതീക്ഷിച്ചു പാടാൻ. പാട്ട് പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്, നേരിട്ട് പാടിയിട്ടില്ല. ഫസ്റ്റ് നൈറ്റിൽ പാടാൻ പറഞ്ഞോ? ഇല്ല, പാടാൻ പറഞ്ഞില്ല. ഇല്ല, പാടാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒന്നുമില്ല, ഞാൻ ഉറക്കം വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കിടന്നു. അപ്പൊ ഒരു പാട്ട് പാടിക്കും. എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്? ലീനയ്ക്ക് ഏത് പാട്ടാ അറിയാതെ? മഹേഷിന് ഇപ്പോഴേ അറിയാനായോ? അങ്ങനെയല്ല, എന്തെങ്കിലും പാടാൻ ഇന്നത് പാടി കേൾക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചത്. ആ, പ്രമദവനം പാടൂ. പ്രോഗ്രാം എപ്പോ തീരും? മഹേഷ് പറയൂ, പ്രമദവനം പാടാൻ പറയൂ. മഹേഷിന്റെ ആഗ്രഹം പറയൂ. ഈ പ്രോഗ്രാം 4 പേര് കാണുന്നുണ്ട്, ഞാൻ അങ്ങനെ പറയില്ല. പാടാം, സിമ്പിൾ ആയിട്ടുള്ള. ആറ്റുനൂറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അമ്പോറ്റിക്കണ്ണന്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ആറ്റുനൂറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി. ആദ്യമായിട്ടാണോ ലീന പാടി കേൾക്കുന്നത്? അല്ല, കേട്ടിട്ടുണ്ട്. ഈ മാരേജ് ഒക്കെ ഫിക്സ് ചെയ്ത് പിന്നെ എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു? ഒരു 4 മാസം. എൻഗേജ്മെന്റിന് മുമ്പ് ഒരു 4 മാസം വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് കൂടെ പാടാൻ പറയും? പാടാൻ പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, പാടിച്ചിട്ടുണ്ട്. ഈ പാട്ടാണോ? അല്ല, പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മനസ്സിലൊരു മഴവിലേക്ക് വിളിച്ചപ്പോൾ ഉള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മി മാഡത്തിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ കിട്ടിയ ഒരു ലക്കാണ് ശരിക്കും. കാരണം ഞാൻ ഭയങ്കര ഫാനാണ് ഭാഗ്യലക്ഷ്മി മാഡത്തിൻ്റെ. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പുതുമുഖ നായികമാരും വന്നിട്ട് ഇവിടെ അങ്ങ് ഭയങ്കര ഫേമസ് ആവും. പക്ഷെ അവരെന്തുകൊണ്ട് ഫേമസ് ആയി എന്നുള്ളതിൻ്റെ ഒരു പ്രധാന പങ്ക് ഭാഗ്യലക്ഷ്മി മാഡത്തിൻ്റെ ശബ്ദത്തിനാണ്. എൻ്റെ ഫേവറേറ്റ് സിനിമ, മാമിൻ്റെ വർക്കിൽ എൻ്റെ ഫേവറേറ്റ് എൻ്റെ സൂര്യപുത്രിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമ കാണുമ്പോഴൊക്കെ ഞാൻ ആ നായിക അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ പുള്ളിക്കാരി സംസാരിക്കുന്നതിനാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡബ്ബിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാഡത്തിൻ്റെ ഡബ്ബിങ് കുറേ കൂടി ഇഷ്ടമാണ്. ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവാൻ ഇഷ്ടമാണ്. ഞാൻ ഒരു സിനിമയ്ക്ക് ദൈവം അനുഗ്രഹിച്ച ഒരു സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. അതെയോ? ഏത്? ഞാൻ KK രാജീവ് സാറിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. അപ്പോൾ അതിനകത്ത് മൈഥിലിക്ക് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. അത് അത്രയും ശ്രദ്ധിക്കപ്പെടാതെ പോയി. അത് സാരമില്ല, എന്നാലും ഇനിയും ചാൻസിന് വേണ്ടി കാത്തിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്തത്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആരെയും ചോദിക്കുകയാണെങ്കിൽ പറയാം. തീർച്ചയായും ഞാൻ അതിനു വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഡാൻസ് എത്ര കാലമായി പഠിക്കുന്നു? കുഞ്ഞുനാൾ? 3-ാമത്തെ വയസ്സിൽ എല്ലാവരും ഈ സാധാരണ തുടക്കത്തിലെ ചേർത്തില്ലേ, എല്ലാവരും കൊണ്ട് ചേർക്കില്ലേ, അതുപോലെ 3-ാമത്തെ വയസ്സിൽ തുടങ്ങി ഇപ്പോഴും ഡാൻസിൽ വളരെ സീരിയസ് അല്ലേ? എനിക്ക് ബാക്കി എന്ത് നിർത്താൻ പറഞ്ഞാലും ഓക്കെ, സാരമില്ല. സ്റ്റേജ് ഷോസ് ചെയ്യുന്നു ഇഷ്ടംപോലെ. കൈരളിയിൽ തന്നെ താരോത്സവത്തിലൂടെയാണ് ശരിക്കും എല്ലാവരും എനിക്ക് അങ്ങനെ ഡാൻസ് ചെയ്ത് കുട്ടിയാണല്ലേ എന്നെല്ലാവരും അറിഞ്ഞത് കൈരളിയുടെ താരോത്സവം. പക്ഷെ എനിക്ക് ഒരു ആദ്യത്തെ അറിവ് ഡാൻസ് ഇത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചെറുതിലേ മുതലേ ഗിരിജ ടീച്ചറിൻ്റെ കൂടെ ചേർന്ന് എനിക്ക് ആദ്യം വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി പഠിച്ചു, എന്ന് വെച്ചാൽ നാട്ടിൻ പ്രദേശം, അപ്പോൾ അടുത്തൊക്കെ പോയി പഠിച്ചു. പിന്നെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് കൂടിയപ്പോൾ എൻ്റെ അമ്മൂമ്മ തന്നെ മുൻകൈ എടുത്ത് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഗിരിജ ടീച്ചർ. അങ്ങനെ കിട്ടിയൊരു ലക്കാണ്. എനിക്ക് സീരിയലിൽ ഇൻട്രൊഡക്ഷൻ തന്നതും ഗിരിജ ടീച്ചറാണ്. ഇദ്ദേഹമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഗിരിജ ടീച്ചറാണ്. ലൈഫിലെ എല്ലാ ഭാഗ്യങ്ങളും ശരിക്കും ടീച്ചർ കൊണ്ട് തന്ന പോലെയാണ്. ഈ സീരിയലാണോ തുടങ്ങിയത്?
തുടങ്ങിയത് സീരിയൽ? ചെറുതിലെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ മഷിയിട്ട് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും ഞാനാണെന്ന്. കുട്ടിയായിരുന്നു. മഴ എന്ന് പറയുന്ന സിനിമയിലെ സംയുക്ത വർമ്മയുടെ കൂടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷെ അതിനകത്ത് ഞാനാണെന്ന് അറിയാൻ പറ്റും. ഇവരൊക്കെ കണ്ടുപിടിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഞാനാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട് ആ സിനിമയിൽ. പിന്നെ ആ ഒരു പടം അഭിനയിച്ചു. പിന്നെ ഈ മൈ ഡിയർ കരടി, അതിനകത്ത് പിന്നെ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ റെഗാറ്റയിൽ ഡാൻസ് സ്കൂളിലെ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. അതിനകത്തും ഇങ്ങനെ മുഖം കാണിച്ചിട്ടൊക്കെ അങ്ങ് പോയി. പിന്നെ വന്നത് കുടുംബം എന്ന് പറഞ്ഞ് കിരീടം ഉണ്ണിസാറ് ഡയറക്റ്റ് ചെയ്ത സീരിയലാണ് നായികയായിട്ട്. അതിലാണ് എൻട്രി ചെയ്തത്. ഇതിലേക്ക് വരാൻ എന്താ തോന്നിയത്? ഇഷ്ടമുള്ളതുകൊണ്ട്? ഇഷ്ടമുണ്ട്. അഭിനയം ഇഷ്ടമായിരുന്നു എനിക്ക്. അതിനെക്കുറിച്ച് എന്താണ് ചെറുതിലെ നായികയാവണം, ഭയങ്കര സംഭവമാകണമെന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യായിരുന്നു. പക്ഷേ 10th ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി രക്ഷയില്ല. കാരണം ബാലതാരമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അന്വേഷിച്ച് ഞങ്ങൾ ആ ഇൻ്റർവ്യൂവിന് പോയി, അങ്ങനെ പോയി. അമ്മൂമ്മയും ഞാനും കൂടെയാണ് സകല ഇൻ്റർവ്യൂവിനും ഒക്കെ പോയി. രക്ഷയില്ല. ലീനയ്ക്കാണോ താല്പര്യം, വീട്ടിലെ അമ്മയ്ക്കും അച്ഛനാണോ? എനിക്കും താല്പര്യമുണ്ട്. വലിച്ചെടുത്തുകൊണ്ട് പോയി അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ. താല്പര്യമുണ്ട്. അമ്മൂമ്മ ഇങ്ങനെ കൊണ്ടുപോയി സപ്പോർട്ട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങ് പോയി. പിന്നെ 10th ഒക്കെ ആയപ്പോൾ വിചാരിച്ചു ഇനി രക്ഷയില്ല, മതി, ഇനി ഡാൻസിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ +2 മ്യൂസിക്കൊക്കെയാണ് ചെയ്തത്. ഹ്യൂമാനിറ്റീസ് മ്യൂസിക്കൊക്കെ ചെയ്തത്. +2 കഴിഞ്ഞ് അതിൻ്റെ വെക്കേഷൻ ആയപ്പോഴാണ് ഗിരിജ ടീച്ചർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഓഫറുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. അങ്ങോട്ട് ചെന്ന് ചോദിച്ചപ്പോൾ ആർക്കും വേണ്ട. അവസാനം ദയവായിട്ട് ഇങ്ങോട്ട് കൊണ്ട് തന്നു. എത്ര സീരിയൽ അഭിനയിച്ചു? ചെറിയ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഓരോ കഥകളായിട്ട് വരുന്ന അങ്ങനെയും സീരിയൽ ചെയ്തിട്ടുണ്ട്. ലീഡ് റോളായിട്ട് ചെയ്തത് 5 സീരിയൽസ്. കുറച്ചുകൂടി ഒരു നല്ലൊരു പോപ്പുലർ ഇതായത് ഇങ്ങനെ കെ രാജീവിൻ്റെ സീരിയലാണ്. രാജീവ് സാറിൻ്റെ സീരിയലിൽ അതിന് മുൻപേ രഹസ്യം എന്ന് പറയുന്ന സീരിയലിൽ, ഇദ്ദേഹം ആദ്യമായിട്ട് കാണുന്ന സീരിയലിൽ പ്രേതമായിട്ടായിരുന്നു. അപ്പോൾ അതിലാണ് ശരിക്കും ഇങ്ങനെ ഒരാളുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങിയത്. അതിനു മുൻപ് അത്രയും ആൾക്കാർ തിരിച്ചറിയൊന്നും ചെയ്തില്ല. എന്തോ ഈ വിരൂപയായിട്ടായിരിക്കും എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടത്. ടീച്ചറിന്റെ മോള് ഇതുപോലെ ആദ്യം ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ ഏതാ പ്രേതമാണോ, അങ്ങനെയാണ് ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് അന്നേ പറഞ്ഞിട്ടുണ്ട്, എത്ര ബോറായിട്ട് കണ്ടാലും ഞാൻ ഇനി ഒന്നും പറയില്ല. കാരണം ഏറ്റവും ബോറായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. ഈ ടീച്ചർ പരിചയപ്പെടുത്തിയത് ശരിക്കും പ്രപ്പോസലായിട്ട് തന്നെയാണോ? ഇവർ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് വീട്ടിൽ ഇങ്ങനെ വിളിച്ച് ചോദിക്കായിരുന്നു, ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ട്, താല്പര്യമുണ്ടോ? അപ്പം ആദ്യം പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. ബാംഗ്ലൂരല്ലേ എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മുടെ ഈ ഗ്രാമത്തിലാണ് എല്ലാവരും, അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാവരും അടുത്തടുത്ത്, വയലിനക്കരെ ഇക്കരെയൊക്കെയാണ്. എല്ലാവരും കൂടെ പറഞ്ഞു ബാംഗ്ലൂരൊന്നും അയക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വീണ്ടും ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും ഇതിനെ കുത്തി പൊക്കി കൊണ്ടുവന്ന് അവസാനം കല്യാണം വരെ എത്തിച്ചു. അച്ഛനൊക്കെ ലീനയുടെ സീരിയൽസ് ഒക്കെ കാണാറുണ്ട്. അമ്മ പിന്നെ സകല സീരിയൽസും വിടാതെ കാണുന്ന ആളാണ്. എന്ത് പറയുന്നു? കമൻസ് ഒക്കെ എന്തായിരിക്കും? കമൻസ് അത് പിന്നെ അമ്മമാർക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരുങ്ങിയത് ശരിയായില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എൻ്റെ അമ്മയായാലും അതെ, അഭിനയ മികവിനെ പറ്റിയൊന്നും രണ്ടുപേരും അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയും അതെ, ഇദ്ദേഹത്തിൻ്റെ അമ്മയും അതെ. ഒരുക്കം ശരിയായില്ല, വലിയ കമ്മലിടായിരുന്നു, മുടി ഇങ്ങനെ ഇട്ടായിരുന്നു എന്നൊക്കെ പറയാത്ത. പക്ഷെ കോഫി കുടിക്കും. സീരിയലിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് വരുന്ന എല്ലാവരും വളരെ ഗ്ലാമറസ് ആയിട്ട് ഡ്രസ്സ് ചെയ്യും, ഹെയർ സ്റ്റൈൽ ചെയ്യും, അവരുടെ ഓർണമെൻറ്റ്സും ഒക്കെ അല്ലേ? അങ്ങനെയൊന്നും താല്പര്യമില്ല, ഇഷ്ടമല്ല. ഞാൻ അതാണ് ഈ കല്യാണം ആയപ്പോഴും അമ്മ ഇങ്ങനെ പറയാം, കുറച്ച് വൃത്തിക്കൊക്കെ നടക്കുന്നില്ലേ, എന്നാലേ പയ്യനില്ലെങ്കിൽ ഇട്ടിട്ട് പോകുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് പറയുകയും ചെയ്യും, ഇടയ്ക്കിങ്ങനെ ചോദിക്കും, അതെ ഞാനിങ്ങനെ ബോറായിട്ട് നടക്കുന്നതിൽ വല്ല ഇങ്ങനെ നടക്കുന്നതാണ് സിമ്പിളായിട്ട് നടക്കുന്നത്. ഇതാണ് ഇഷ്ടം.
ഞാൻ കല്യാണ ടൈമിലും പറഞ്ഞു എത്രത്തോളം സിമ്പിളാവാൻ പറ്റുമോ അത്രയും സിമ്പിളാവണം. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇല്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചില എന്താണ് കസ്റ്റംസൊക്കെ ഉണ്ട്, കല്യാണത്തിന് മാക്സിമം എത്ര ഒരുങ്ങാൻ പറ്റണം. പിന്നെ അന്ന് വൈകിട്ടത്തെ റിസപ്ഷനിൽ പുള്ളിക്കാരി ജസ്റ്റ് ഒരു സിമ്പിൾ ഗൗൺ മാത്രം ഇട്ട്, ഒരു നെക്ലെസ് മാത്രം ഇട്ട്, വേറെ എക്സ്ട്രാ മേക്കപ്പോ ഓർണമെന്റ്സോ ഒന്നും ഇല്ലാതെ. ഇനി ഫിലിമിൽ ഓഫർ വന്നാൽ ചെയ്യോ? നായികയായിട്ട് എന്തായാലും ആരും വിളിക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായി. എന്താ പറയാൻ പറ്റില്ല കേട്ടോ, അല്ലേ? അതൊന്നും നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വരുന്ന നായികമാരുടെ ഒരു എന്താണ് അവരുടെ കഥാപാത്രങ്ങളും അങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഇല്ല, ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ വരാമല്ലോ. പോവും, അഭിനയിക്കും. അല്ല എന്റെ സൈഡിൽ നിന്ന് ഓൾവേസ് ആണ്, കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്ന് താല്പര്യമുണ്ടോ മഹേഷിന്? ലീന ഇന്നത് വർക്ക് ചെയ്താൽ കൊള്ളാം. എനിക്ക് ലീന ഒരു ഡാൻസ് ടീച്ചർ അല്ലെങ്കിൽ ഒരു ഡാൻസ് സ്കൂൾ രീതിയിൽ ഒരു ഡാൻസ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ ബാംഗ്ലൂർ ഷൂട്ടില്ലാത്ത ടൈമിൽ ബാംഗ്ലൂർ വരുമായിരുന്നു. ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ഇനീഷ്യൽ പ്ലാനിങ് സ്റ്റേജിലൊക്കെ ഇങ്ങനെ ബാംഗ്ലൂരിലൊരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അനുഭവത്തോടെ റിഗാറ്റയുടെ ഒരു ബ്രാഞ്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് വേണ്ട, പിന്നെ ആൾക്ക് ഷൂട്ട് തിരക്ക് കൂടി, തമിഴൊക്കെ തുടങ്ങി, പിന്നെ ബാംഗ്ലൂരിൽ വരാൻ പറ്റാതെ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നാട്ടിൽ തന്നെ വരാം. എന്നാലും ലോങ് റണ്ണിൽ പുള്ളിക്കാരി ഫ്രീ ആകുമ്പോൾ ഒരു ഡാൻസ് സ്കൂൾ അല്ലെങ്കിൽ ഒരു ഡാൻസ് ടീച്ചർ എന്ന രീതിയിൽ അറിയപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ലീന, നമുക്ക് അരമണിക്കൂറേ ഉള്ളൂ സമയം, അപ്പോൾ ബാക്കി